മൂകാംബിക ക്ഷേത്രത്തിൽ ഭഗവതീനെ പുറത്ത് ശിവേലി സമയത്ത് എഴുന്നള്ളിക്കുമ്പോൾ എല്ലാവരും ഭഗവതീൻ്റെ കൂടെ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കാറുണ്ട്. ഈ പ്രദക്ഷിണത്തിൻ്റെ മഹാത്മ്യം എന്തെന്നറിയാമോ? അതിങ്ങനെയാണ് പറയണേ: യാനി കാനീച്ച പാപാനി ജന്മാന്തരകൃതാനിച്ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതേ. ജന്മാന്തരങ്ങളായിട്ട് നിൽക്കുന്ന പാപകർമ്മങ്ങൾ പോലും പ്രദക്ഷിണം വഴി മാറുന്ന പറയാം. അതിലുപരി മൂകാംബികാദേവിയുടെ കൂടെ കുറച്ചു നേരം നടക്കാൻ കിട്ടുന്ന സമയമാണേ. ആലോചിച്ച് നോക്കൂ, നാമം ജപിച്ച് ഭഗവതിയുടെ പാദപത്മത്തിൽ സങ്കല്പിച്ച് കുറച്ചു നേരം ഒന്ന് ലയിച്ച് നടക്കുമ്പോൾ ആനന്ദാനുഭൂതി ഉണ്ടാവുക. ഭഗവതി ആദിപരാശക്തിയായിട്ടുള്ള ശ്രീചക്രസ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ്. ഭഗവതിയിൽ അടങ്ങാത്ത ദേവതാസങ്കല്പങ്ങളില്ല. നമ്മൾ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ വെറുതെ പോയി വരലല്ല ചെയ്യേണ്ടത്. ഇനിയുള്ള സമയത്തെങ്കിലും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഭഗവതീൻ്റെ കൂടെ ഈ പ്രദക്ഷിണം വയ്ക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും അനുഭവങ്ങളുണ്ടാവും. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. ഭഗവതിയുടെ കൂടെ കുറച്ച് നേരം നടക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്തേ.